ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പേരിൽ പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. പാർലമെന്റ് കവാടത്തിൽ ഇരുപക്ഷവും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ഇരുഭാഗത്തെയും നേതാക്കൾ പോലീസിനെയും ലോക്സഭാ സ്പീക്കറെയും സമീപിച്ചു. അമിത്ഷായുടെ അംബേദ്കർ വിവാദ പരാമർശത്തെ ചൊല്ലി പാർലമെന്റ് കവാടം വേദിയായത് അസാധാരണ സംഭവങ്ങൾക്ക്. അംബേദ്കർ ചിത്രങ്ങളുമായി പാർലമെന്റ് കവാടത്തിലേക്ക് ആദ്യമെത്തിയത് BJP അംഗങ്ങൾ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രകടനമായി പാർലമെന്റിന് മുന്നിലേക്ക്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുഖാമുഖം നിന്ന മുദ്രാവാക്യം വിളി. അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. പിടിച്ചുതള്ളിയെന്നും മർദ്ദിച്ചെന്നും പരസ്പരം ആരോപണവുമായി ഇരുവിഭാഗവും രംഗത്തെത്തി. BJP അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും പിടിച്ചുതള്ളിയെന്നും രാഹുൽ ഗാന്ധി തള്ളിയിട്ട MP ദേഹത്തേക്ക് വീണ് തനിക്ക് പരിക്കേറ്റെന്ന ഒഡീഷയിൽ നിന്നുള്ള BJP MP प्रताप सारंगी. तो BJP के MP जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है. धक्का मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट और हमारा अधिकार है अंदर जाने का. और BJP के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे हैं. तो इशू है कि ये कॉन्स्टिट्यूशन पर आक्रमण कर रहे हैं और जो अम्बेडकर जी देखिए इस वक्त राहुल गांधी मीडिया से लंबा गैप में खड़ा हुआ था. राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया. किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने. राहुल गांधी ने धक्का मारा? राहुल गांधी. कौन सी जगह पे सर? सीढ़ी के ऊपर में मैं खड़ा हुआ था और राहुल गांधी ने आकर के एक MP को धक्का लगाया, वो मेरे ऊपर गिर पड़ा और मैं. कहाँ चोट लगी सर आपको? कहाँ चोट? തന്നെ BJP MPമാർ പിടിച്ചു തള്ളിയെന്നും മുട്ടിന് പരിക്കേറ്റെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സ്പീക്കറോട് പരാതിപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ വനിതാ അംഗം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. BJP അംഗങ്ങൾക്കെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാക്കളും. പാർലമെന്റിനുള്ളിലും ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോര്. രാഹുൽ മോശമായി പെരുമാറിയെന്ന BJP രാജ്യസഭാ MP ഫങ്നോൻ കൊന്യക്. ബഹളത്തിനിടെ രാജ്യസഭാ അധ്യക്ഷനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയതായി രാജ്യസഭാ സെക്രട്ടറി സഭയെ അറിയിച്ചു. ബഹളത്തിനിടെ നിമിഷങ്ങൾ മാത്രമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സമ്മേളിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. 24 ഡൽഹി.